ഇത്രയും വില കൊടുത്തിട്ട് നമ്മൾ മേടിച്ചു. ചെറിയൊരു തൈ വാങ്ങിയതാ. ഒരു വേര് പോലും വരാത്ത ഒരു കുഞ്ഞു കമ്പ് മേടിച്ചതാ 700 രൂപയ്ക്ക്. നല്ല പച്ചപ്പി കിടന്നൊരു ഗാർഡനാണ്. അത് ഈ പരുവാക്കിയത് ഈ മനുഷ്യനാണ്. വേണ്ട, അതെ, പരീക്ഷ എഴുതാത്ത ആരെങ്കിലും തോറ്റതായിട്ട് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബോഗൻവില്ലൊക്കെ പൂത്തിട്ടുണ്ടേ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞാണ് വന്നേക്കുന്നേ. ഇത് പുതിയൊരു ഇനമാന്ന് പറഞ്ഞ നട്ടേക്കുവാണേ. ചിത്ര ക്രീം. ചിത്ര ക്രീം എന്നാണ് പറഞ്ഞേക്കുന്നത്. അറിയത്തില്ല എങ്ങനെയാവുന്നു. ചിത്ര ക്രീം ഇങ്ങനെയാണോന്ന് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയതാണ് തൈ. പൂ ഇതാണ്. ഇത് ചില്ലി ഓറഞ്ച് ആണിത്. നല്ല രസമുള്ള പൂവാണ്. അടുത്തത് ഇതായിരുന്നു. അത് പിന്നെ ചിത്ര വെരിഗേറ്റഡ് ആണ്. അതിന്റെ പൂ ഇതാണ്. ഇതാണ് അതിന്റെ പൂ. ചിത്ര വെരിഗേറ്റഡ്. ഇതാണ് പൂ. വെരിഗേറ്റഡ് എന്നും പറഞ്ഞ് തന്നേക്കുന്നത്. ഇതൊക്കെ വിരിഞ്ഞ് ശരിയായിട്ട് അറിയത്തുള്ളൂ. അതിന്റെ കളറൊക്കെ അറിഞ്ഞ് നമ്മൾ അറിയത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണോ ഈ പറഞ്ഞ സംഗതികളൊന്ന് പറയണേ, കമന്റ് ചെയ്യണം കേട്ടോ, അറിയാവുന്നവര്. പിന്നെ ഇതാണ് നമുക്ക് വലിയ വില കൊടുത്ത് വാങ്ങിയ ഒരെണ്ണമാണ് മഹാറാണി എന്ന് പറഞ്ഞത്. ഇതുവരെയും വെള്ളപ്പൂവാണ്. മഹാറാണിയുടെ ഒരു ലക്ഷണവും ഇതുവരെയും കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് തന്നെ ഇങ്ങനെ തന്നെയാണോ മഹാറാണി വരുന്നത്? അതിന്റെ പൂ ഇങ്ങനെയൊക്കെയാണോ വരുന്നതെന്ന് പറയണം. എല്ലാം വെള്ളപ്പൂവാണ്. മഹാറാണിയുടെ സാധാരണ നമ്മള് വീഡിയോയിലൊക്കെ കാണുമ്പം അതിന്റെ ആ ഒരു കളറൊക്കെ കുഞ്ഞിലേ അതിനകത്ത് കാണാം. പക്ഷെ ഇതിനകത്ത് അങ്ങനെ വരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ കണ്ട ഒരു ചുവപ്പ് പോലൊക്കെ വരുന്നുണ്ട്. ഇനി അതാണോന്ന് അറിഞ്ഞൂടാ. ഞാനെങ്കിൽ നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ പോയി. 750 രൂപ 700 ഇത്രയും വില കൊടുത്തിട്ട് നമ്മൾ മേടിച്ചു. ചെറിയൊരു തൈ വാങ്ങിയതാ. ഒരു വേര് പോലും വരാത്ത ഒരു കുഞ്ഞു കമ്പ് മേടിച്ചതാ 700 രൂപയ്ക്ക്. അത് നമ്മുടെ ഈ പരുവത്തിലാക്കി എടുത്തു. പക്ഷെ വന്നപ്പോ കണ്ടപ്പോ ഒരു പേടി, ആണോ ഇതെന്ന്. അപ്പൊ ആണെങ്കിൽ എല്ലാരും പറയണേ എങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ മഹാഗണി നിക്കുന്നതെന്ന്. അല്ല, മഹാഗണി അല്ല, മഹാറാണി ഇങ്ങനെയൊക്കെ തന്നെയാണോ നിക്കുന്നതെന്ന് ഒന്ന് പറയണം. അടുത്തത് ഇത് ഇത് മൂന്നെണ്ണം അല്ല, നേരത്തെ ഉള്ളതാ ഇവിടെ. ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 എണ്ണം ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഫ്ലെയിം റെഡ്, പിന്നെ ഫൈറോപ്പാല്, റൂബി റെഡ്. അതിനകത്ത് ഇപ്പം ഇതാ റൂബി റെഡ്, ഈ കളർ വെള്ളയും കൂടെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ സൺഷൈൻ. ഇത് പിന്നെ എന്താ 7 സ്റ്റാർ എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. 7 സ്റ്റാർ മേടിച്ചതാണ്. 7 സ്റ്റാർ ആവുമായിരിക്കും, അതറിയത്തില്ല. എന്തായാലും പൂ ഇപ്പം ഗോൾഡൻ സൺഷൈനാണ്. ഇനി അത് കഴിയുമ്പോ ഇത്തിരി നാൾ കഴിയുമ്പോ 7 സ്റ്റാർ ആവുമെന്ന് അറിഞ്ഞൂടാ. ഇത് സൂഫിയ ഇൻഡാന. അതാന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നമ്മള് വീഡിയോയിലൊക്കെ കാണുന്ന സൂഫിയ ഇൻഡാന ആണെന്ന് തോന്നുന്നു. അതുപോലെ പൂവൊക്കെ നല്ല രസമുള്ള പൂവാ. ഇത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വീഡിയോയിലൊക്കെ നോക്കിയപ്പോ ഇതിന്റെ പേര് കിട്ടി. ഇത് നമുക്ക് ഇതിന്റെ പേര് സുവർണേന്നാ. വീഡിയോയിൽ നോക്കിയപ്പോ കിട്ടിയ പേരാണ് സുവർണ. പക്ഷെ ഇതിന് ചിലതിനകത്ത് ഈ കളർ റോസും ഒരു മഞ്ഞയും കളർ ചേർന്നാ. പക്ഷെ ചില വീഡിയോയില് വെള്ള ആൻഡ് മഞ്ഞ അങ്ങനെയൊക്കെയാ കാണുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. സുവർണ എന്നാണ് അതിനകത്ത് നമ്മള് വീഡിയോയിൽ കണ്ട പേര്. ഇത് പിന്നെ എന്തോ ഇനമെന്ന് അറിയത്തില്ല. അത് നാടനാണ്. ഇത് നാടനാണ്. ഇത് എനിക്ക് അതിനകത്തൊരു ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെ തന്നെ വാങ്ങിയതാണ്. ഇതൊക്കെ എന്തോന്നോ ഭയങ്കര സംഭവം പറഞ്ഞ് തന്നതാ. പക്ഷെ അതൊന്നും അല്ല. ഇതൊക്കെ നാടനാ. ഇതും നാടനാണ്. പിന്നെ പറ്റിപ്പാണ്. കൊറേ നമുക്ക് പറ്റിക്കും. ഇത് നമുക്ക് അറിയത്തില്ലല്ലോ, കുഞ്ഞു തയ്യല്ലേ തരുന്നേ. ഇത് അടർണ. ഇത് അടർണന്നല്ലേ? അടർണ പൂത്ത് വരുന്നതേ ഉള്ളൂ. ഇനി അതറിയാം. അതിന്റെ പൂത്ത് വിരിഞ്ഞെങ്കിലും അറിയത്തില്ല. ഇതാണ് ചെടി. പിന്നെ ഇത് അത് തന്നെ ചില്ലി ഐസ്ക്രീം. ഇതാണ് ചില്ലി ഐസ്ക്രീം. ഇത് പിന്നെ ഫ്ലൈ റെഡ്. ഇതൊക്കെ പൂക്കുന്നേ ഉള്ളൂ. ഫ്ലൈ റെഡ് എന്താണെന്നറിയില്ല. ഇപ്പം പൂക്കാൻ നമുക്കുള്ള കാലാവസ്ഥയുടെ ആയിരിക്കാം. ഇത്തിരി താമസമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് റൂബി റെഡ്. ഇതും സൂഫിയ ഇൻഡാനയാണ്.
സോഫിയ ഇൻഡാന. ഇത് നല്ല രസം നിറച്ച് പൂത്താൻ നല്ല രസമാണ്. അതുപോലെ നല്ല രസമുള്ള ഒരെണ്ണമാണ് ഇത്. ഇത് പിന്നെ ഗോൾഡൻ സൺഷൈൻ. അടിപൊളിയായിട്ടുണ്ട്. ഗോൾഡൻ സൺഷൈൻ നേരത്തെ ഉള്ളതാണ്. അതിപ്പോ നീ എന്നെ പിടിച്ചത് മേലിട്ടത്. ഇനിയിപ്പോ ഇവിടെ കമ്പ്, അവിടെ ഒരു കമ്പ് എടുത്തോണ്ട് ഓടി. നല്ല അവക്ക് അതിന്റെ ഇടയ്ക്ക് കൂടെ കളിക്കണം. ഇതാ ഇവിടുത്തെ വിരിവിരിപ്പ്. ഉടനെ കമ്പും തോക്കിയുണ്ടോ? കമ്പെടുത്തിട്ട് പറഞ്ഞു അവിടെ പോയി കമ്പ് കൊടുക്കുന്നുണ്ട്. ഇത് 3 സ്റ്റാർ. ഇതിന് 2 സ്റ്റാറേ കാണും. 2 സ്റ്റാറേ കാണുന്നുള്ളൂ. ഇതും ക്രീമുണ്ട്, വെള്ളയും ഒക്കെ മഞ്ഞയുണ്ടല്ലോ, ഒരു പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച് കളർ പോലത്തെ വന്നിട്ടുണ്ട്. 3 കളറുണ്ട്. 3 സ്റ്റാർ തന്നെ. ഇതൊക്കെ നമ്മള് ചെടി പൂവോടെ മേടിച്ചത്, അതുകൊണ്ട് നമുക്ക് അറിയാം ഇന്നതാന്ന്. ഇത് അർജുനനാണ്. ഇത് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിനകത്ത് ചാണകവെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്നും പൂക്കാത്തത്. ഇതിനൊക്കെ നൈട്രജൻ കൂടുതൽ എന്നുകൊണ്ടാണ് പൂക്കാത്തത്. അത് ശരിക്കും മുഴുപ്പിൽ നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇലയായി ഒരുപാട്. ഇനി അത് പൂ പിടിക്കണമെങ്കിൽ ഇതെല്ലാം ഇനി മുറ്റണം, ഇല മുറ്റണം. ഇല മുറ്റിട്ട് ഇപ്പൊ മുട്ടൊക്കെ വരുന്നുണ്ട്. എന്നാലും മൊത്തം ഇലയാ. ഇതൊക്കെ മുട്ട് താണ്ട, ഇതൊക്കെ മുട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നൈട്രജൻ വളം കൂടിപ്പോയി. ഇത് ചില്ലി റെഡ് ശരിക്കും അങ്ങോട്ട് പൂത്ത് കിടക്കുന്ന കാണാൻ നല്ല രസം അല്ലേ? അതൊരു വസന്തം. ചില്ലി റെഡ്. അതുപോലെ ഒരു വസന്തം തന്നെയാണ് ഇത്, ഫൈറോപ്പാല്. ഫൈറോപ്പാല് അതൊന്നും പറയാൻ അങ്ങോട്ട് പൂത്ത് കിടന്നാല് നല്ല രസമാണ് ഫൈറോപ്പാല്. നമ്മുടെ ഗാർഡൻ ആണ് ഇതെല്ലാം. ഗാർഡൻ പിന്നെ അകത്തോട്ട് കയറിയാന്നും പറയണ്ട. ഗാർഡന്റെ അകത്തോട്ട് കയറിയാന്നും പറയണ്ട. നല്ല അടിപൊളിയായിട്ട് കിടന്നൊരു ഗാർഡൻ ആയിരുന്നു. നല്ല പച്ചപ്പി കിടന്നൊരു ഗാർഡനാണ്. അത് ഈ പരുവാക്കിയത് ഈ മനുഷ്യനാണ്. വേണ്ട അതെ ഈ സംഭവം ഇതല്ലേ നീ ഇപ്പൊ ഉദ്ദേശിച്ചത്? അതല്ല. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പരീക്ഷ എഴുതാത്ത ആരെങ്കിലും തോറ്റതായിട്ട് കേട്ടിട്ടുണ്ടോ? അല്ല, പരീക്ഷ എഴുതാത്തവരാരും തോക്കത്തില്ല. അതുപോലെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഈ അബദ്ധങ്ങളും പറ്റാറുള്ളേ അല്ലേ? അപ്പം ഇത് ഞാന് ഒന്ന് വളമിട്ട് നോക്കി. ഇതുവരെയും പിന്നെ നമ്മള് ഈ നാനോ വളം ഉപയോഗിച്ചോണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇച്ചിരി യൂറിയ ഒന്ന് ഇട്ട് നോക്കി. അവിടെ ഇവിടെ എല്ലാം ഇത്തിരി കൂടിപ്പോയി. അപ്പൊ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നേ കാര്യം. ഇന്നിപ്പോ അറിയാമല്ലോ, യൂറിയ വാരിയിട്ട് വെറുതെ ഇങ്ങനെ വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അബദ്ധം പറ്റും, ഇത് കരിഞ്ഞു പോകുമെന്ന് അറിയാം. അതുകൊണ്ട് ഇനി അങ്ങനെ ഇടത്തില്ല. ഇനി നമ്മള് യൂറിയ സ്പ്രേ ചെയ്യത്തേ ഉള്ളു. പിന്നെ ഇവിടെ തൂക്കാതെയും മാരാതെയും കിടക്കുന്നതല്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ അത് ഈ റബ്ബറിന്ന് റബ്ബറുള്ള നാട്ടിൽ ജീവിച്ചാലുള്ള പ്രശ്നമാണിത്. എപ്പോഴും ഈ സമയം ആകുമ്പോഴത്തേക്കിന് ഇല പൊഴിയുന്ന സമയമല്ലേ. അതുകൊണ്ട് തൂക്കാതെ മര കിടക്കുന്നില്ല. ഇന്നത്തെയാണ് രാവിലെ, രാത്രിയിലെയും രാവിലത്തേക്കും കൂടെ ഇലയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വൈകുന്നേരം തൂക്കണം. വിവിധ നിറങ്ങളിലും വർണ്ണങ്ങളിലും ഒക്കെയുള്ള ഒരു ബോഗൺവില്ല വസന്തം. ഇവിടെ ഈ അർജുനാണ് പിന്നെ മുട്ട് വരുന്നുണ്ട്, ശരിക്കും വരുന്നുണ്ട്. അവിടുത്തെ അർജുനാണ് അങ്ങോട്ട് പൂക്കാൻ താമസം. അതുകൊണ്ടായിരിക്കും വളം കൂടി പോയതാണോ എന്നൊരു സംശയം അവിടുത്തെ അർജുനന്. പിന്നെ ഇത് ഇതൊക്കെ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ആണ്. നമ്മൾ പ്രത്യേകം ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് അർജുനയും ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതിൽ നിന്ന് കമ്പ ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ കിളർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നാടനില് ഇതൊക്കെ അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അത് ശരിക്കും അങ്ങോട്ട് പൂത്തു. നല്ല രസമുണ്ടല്ലേ? ചെറിയ ചെടിയായാലും ഭംഗിയുണ്ട്. അപ്പൊ നാടൻ ഐറ്റങ്ങളാണ് മുകളിലിരിക്കുന്നത്. ഇതൊക്കെ നല്ല രസം. വെരിഗേറ്റഡ് വെരിഗേറ്റഡ് റെഡ്.
ഇവിടെ ഉണ്ട് ഒരെണ്ണം വേരിയേറ്റഡ് ഓറഞ്ചും ഉണ്ട്. ഇത് വെള്ള, ഇത് അടുക്ക്. പക്ഷെ എന്ത് പറയാനും ഈ ബോഗൺവില്ല അങ്ങനെ കൊലകുത്തി ഇങ്ങോട്ട് പോത്ത് നിൽക്കുന്നത് കാണാൻ പിന്നെ ഒരു ഭംഗി തന്നെയാ. പണ്ടൊരു കാലത്ത് ഈ ബോഗൺവില്ല എന്ന് പറഞ്ഞ ഒരുവിധപ്പെട്ട ആരും നടത്തില്ലായിരുന്നു, ഇതിന്റെ മുള്ള് പേടിച്ചിട്ട് നേരെ അടുക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഈ ഇതുപോലെ ചട്ടിയില് ഇതുപോലെ ആക്കി നിർത്തിയിരുന്നാല് അത് നമ്മുടെ കയ്യിലേക്കും നമുക്ക് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. തറയായിട്ടാ രക്ഷയില്ല, തറയായിട്ടാൽ എൻ്റെ പരിപാടി പോയി. ഇവരെന്തോ ഇവിടെ ഒരാളൊരു എല്ലുമായിട്ട് ഇവര് വലിയ പേര് പറയുന്നതും എല്ലാം നാടനും എല്ലാം ഒരുപോലെ. അതെ അതെ അത് അത് തന്നെയാണ് ഇതും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ പിന്നെ ഇതേ ചെടിയുടെ ഒരു ഇത് ശിഖരം വെട്ടി വെച്ചതാണ് ഇത്. അപ്പൊ നമ്മുടെ നാടൻ അതെന്താന്ന് എനിക്കറിയില്ല. നാടൻ ഇതിലും ഉണ്ട്. ഉണ്ട് ഈ ഒരു ശിഖരം കണ്ടോ, അത് വെള്ളയല്ലേ. അത് ചില കമ്പുകൾ അങ്ങനെയാ. ഇത് ഇവിടെ ശരിക്കും ആ ചുവപ്പ് വന്നെങ്കിൽ ഇവിടെ ശരിക്കും വെള്ളയാണ്. അതിന് അതുപോലെ അതൊരു ക്രീം കളർ ആയിരുന്നു. അതിലോട്ട് ആവുന്നുണ്ട്, കളർ ആവുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ എന്താ ബോഗൺവില്ല കളക്ഷൻ. അപ്പൊ നമുക്കൊരു 10-30 വെറൈറ്റികൾ ഉണ്ടാവൂല്ലേ, എല്ലാം കൂടെ 10-30ഓളം വെറൈറ്റികൾ ഉണ്ടാവും. ഓരോരുത്തർക്ക് 10, 70, 80, 100 വെറൈറ്റി. അതിപ്പോ നമ്മളൊക്കെ അത്രയൊന്നും ആയിട്ടില്ല, അതിനു വേണ്ടി ആയില്ല. നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളു. ഇപ്പൊ 1 വർഷമേ ഉള്ളു നമ്മള് ഇതിന്റെ കളക്ഷൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പൊ ഇനി നമുക്ക് അങ്ങനെ പിന്നെ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്ന ഇങ്ങനെ കളക്ട് ചെയ്യാം. നമ്മുടെ പൂന്തോട്ടം കൊള്ളാമോ? അഭിപ്രായം പറയാം. ഇനി വേറൊരു കാര്യമുണ്ട്, കാണിച്ചില്ലല്ലേ. ഇനി അടുത്ത ഐറ്റം. അടുത്തത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നമ്മള് പിന്നെ അഡീനിയത്തിന്റെ ഒരു ഓഫർ സെയിൽ ഉണ്ടാവും. അപ്പൊ അതില് ചെറിയൊരു വിഷയം എന്നത്, ഇപ്പം അഡീനിയൊക്കെ പൂക്കാൻ അല്പം താമസം വന്നതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പിന്നെ ഇതുവരെ ഗ്രാഫ്റ്റ് ചെയ്തില്ല. ഇതിന്റെ പൂവെല്ലാം കൊഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഓഫർ സെയിലിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വാങ്ങുകയാണ്. പുറത്തുനിന്ന് വാങ്ങി അത് എപ്പോഴാണ് പിന്നെ സെയിലെന്ന് ഞങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ അഡീനിയം കളക്ഷനും കൂടെ ഒന്ന് കാണണ്ടേ? വാ, അതുകൂടെ നോക്കാം. അതിന് പേരൊന്നുമില്ല, കളർ കോഡുകളാണ്. നമ്പർ 1, 2 ഇങ്ങനെയൊക്കെയാ. രണ്ടൊരു മഞ്ഞ, ഇത് നല്ല രസമുണ്ട് കാണാൻ അല്ലേ? അത് പിന്നെ ഈ ഒരുതരം എന്താ സ്പൈഡർ അറ്റാക്ക് ഉണ്ട് ഇതിനകത്ത് കണ്ടോ. ഇത് നല്ല നല്ല രസമുള്ള പൂവാണ്. വിരിഞ്ഞു വരുന്നതേ ഉള്ളു. പൂ കാണോ? അത് പിന്നെ ഏതാണ്ടാ ഇത്, അതെല്ലാം ഒന്നും പൂത്ത് തുടങ്ങിയില്ല, പൂത്ത് വരുന്നതേ ഉള്ളു. ഇനി ഇത് നല്ല പൂവല്ലേ? ഇത് ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇത് ഇതിന്റെ ഇത് വേറൊരു പൂവ്, ചെറിയ പൂവ്. അത് അതിന് അത്ര മുഴുപ്പ് ഇച്ചിരി കുറവാണെന്നുണ്ട് അല്ലേ? വലിയ പൂവാവുന്നതാണ്. പിന്നെ ഇത് നല്ല രസമുള്ള പൂവാണ്. വെള്ളക്കകത്ത് ഒരു പിന്നെ ചുമന്ന ബോർഡർ ഉള്ളത്. അത് ശരിക്ക് പൂക്കുകയും ചെയ്യും. ഇത് നല്ല കടും ചുവപ്പ്. എല്ലാം ഡബിൾ പെറ്റലും മൾട്ടി പെറ്റലുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതൊരു ബ്ലാക്ക് കളർ പൂവാണ്. അത് പിന്നെ അങ്ങ് ചുവപ്പാവും. ഇത് പിന്നെ നല്ല വലിപ്പമുള്ള ഒരു പൂവാ, നല്ല രസമുണ്ട് അത് കാണാൻ. അതൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളു. ഇത് 2 കളർ പൂവാ. ഇത് ഒരു മഞ്ഞ നിറവും വരുന്നു, ഇത് ഒരു വെള്ള നിറവും വരുന്ന. ഇതിനകത്ത് മഞ്ഞ നിറം വരുന്നു, അതിൻ്റെ തന്നെ അടുത്ത ഇതിനകത്ത് വെള്ള നിറവും വരുന്നു. ഓക്കെ. പിന്നെ
ഇത് നല്ല കളറായിരുന്നു. ഏതാ? ആ, ഇത് നല്ല നല്ല രസമുണ്ട് പൂ. ഇതും നല്ല രസമല്ലേ, നല്ല ഭംഗിയല്ലേ ഇത്. അത് പിന്നെ അത് ഓർക്കിഡ് ഒരെണ്ണം. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു പൂവാണ്. ബ്ലാക്ക് ഷെയ്ഡുള്ള ആണ്. ഇനിയാണ് ഒരു എന്താ പറയുക, മഞ്ഞയല്ല, മഞ്ഞ ഒരു പച്ച മിക്സായ ഒരു മഞ്ഞ കളർ അല്ലേ, ചെറിയൊരു പച്ച മിക്സ് ഉള്ള മഞ്ഞ കളർ. പിന്നെ ഇത് നല്ല രസമുണ്ട്. ഇത് നല്ല രസമുള്ള പൂവല്ലേ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ താമസിയാതെ തന്നെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എത്തിക്കാം. അതിനു മുമ്പ് അത് ഇത്തിരി താമസം എടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും എടുക്കും. ഇതിന് പിന്നെ പൂവെല്ലാം കൊഴിഞ്ഞ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒത്തിരി സമയം എടുക്കും. പിന്നെ അത് മുട്ടൊക്കെ ആവാൻ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഓഫർ സെയിൽ ഉണ്ടാവും. അതിനുള്ള പിന്നെ പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം ഇവിടെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്ലാന്റുകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ മാറ്റം കൊണ്ടായിരിക്കാം ഇത് അങ്ങോട്ട് പിന്നെ ശരിയായിട്ട് അങ്ങോട്ട് പിന്നെ പൂക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പേര്. അപ്പൊ ശരി, നമുക്കിനി പിന്നെ അടുത്ത ഓവർ സെയിലുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.